ഈങ്ങാപ്പുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ട ധാരാളം അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്, നിയമ നടപടികൾ തുടരുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രതിക്കായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, മറ്റെന്തൊക്കെ വാർത്തകൾ കോഴിക്കോട് നിന്ന് വരാനുണ്ടെന്ന് നോക്കാം. മലപ്പുറത്ത് നിന്നിപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലൊക്കെയാണ് സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. സലാം, എന്തൊക്കെയാണ് ഇന്നിപ്പോൾ പ്രധാനമായി ഡെവലപ്പ് ചെയ്യുന്ന വാർത്തകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വാർത്തകൾ? ജിൽസി, ഈങ്ങാപ്പുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് ഒരു പക്ഷേ ഈ പ്രതിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക. ഇപ്പോൾ നിലവിൽ എന്തായാലും ഈ പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ഈ കൊല്ലപ്പെട്ട ഷിബിലയുടെ കുടുംബം രംഗത്തെത്തുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ കഴിഞ്ഞ മാസം 28-ാം തീയതി പോലീസിൽ ഷിബില പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. തനിക്കിതുപോലെ ശാരീരികമായും മാനസികമായും ഈ പ്രതി യാസിറിന്റെ ഭാഗത്തുനിന്നും ആക്രമണം നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയിൽ കൃത്യമായി പോലീസ് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ഈ സഹോദരി അടക്കമുള്ള ആളുകൾ ഉയർത്തുന്ന ആരോപണം. ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ അമ്മ, അച്ഛനൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇവരൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ഇന്നലെ PV അൻവർ വൈകിട്ട് ഷിബിലയുടെ കുടുംബത്തെ സന്ദർശിക്കുന്ന വേളയിലാണ് ഈ സഹോദരിയുടെ ഭാഗത്തുനിന്നും പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. കൂടാതെ ഈ ഷിബില പങ്കുവച്ച ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ പരാതിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ പരാതിക്ക് പിന്നാലെ പോലീസുമായി എന്തൊക്കെ തന്നെ കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്, എന്നാൽ എവിടെയാണ് പോലീസിന് വീഴ്ച പറ്റിയത്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാൻ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള ഒരു സാധ്യതയാണ് ഈങ്ങാപ്പുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാണുന്നത്.